കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവിൻ്റെ വരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 33 അതിൻ്റെ 18-19 വാക്യങ്ങൾ. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു ചിന്തയിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടി ഇല്ലെങ്കിൽ യഹോവയുടെ കണ്ണ് വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് അല്ലേ. ബൈബിൾ പറയുന്നു, സ്തോത്രമല്ലേലൂയ, തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു എന്നാണ് അല്ലേ. അപ്പോൾ യഹോവയുടെ കണ്ണെന്ന് പറയുന്നത് സകലതും കാണുന്ന കണ്ണാണ്. സ്തോത്രം. നമുക്കൊരിക്കലും ഒരാൾക്കും ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നാണ് തിരുവചനം അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ യഹോവയുടെ കണ്ണ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അല്ലെങ്കിൽ യഹോവയുടെ ദൃഷ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്നാണ്. യഹോവയുടെ ദൃഷ്ടി എവിടെയൊക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ് 18-ാം വാക്യത്തിൽ പറഞ്ഞത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുന്ന ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ മേലാണ്. എന്തുവാ ദൈവത്തിൻ്റെ ഭക്തൻ എന്ന് പറയുന്നത്? ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്ന, ദൈവ പദ്ധതികൾക്ക് വേണ്ടി മാറി നിൽക്കുന്ന, സ്വന്തം ഇഷ്ടത്തിനോ സ്വന്തം പ്രവൃത്തികൾക്കോ വേണ്ടിയല്ല, പകരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറി നിൽക്കുന്നതിന് പറയുന്ന പേരാണ് ഭക്തൻ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന ചിന്ത ഏതാണ്? തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ ദൈവത്തിന് ദൃഷ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദയയും നമ്മുടെ മേൽ വെളിപ്പെട്ട് വരേണ്ടതിന് സ്തോത്രം അതിനുവേണ്ടി പ്രത്യാശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയിരിക്കുന്നു. എന്തിന് എന്നുള്ള ചോദ്യത്തിന് അടുത്ത വാക്യം മറുപടി നൽകുകയാണ്. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കുവാനും തന്നെ. എന്താ അതിൻ്റെ അർത്ഥം? എന്നെ കേൾക്കുന്ന ഈ മക്കളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ദൃഷ്ടി ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നു, ദൈവത്തിൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ അത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടി ഇവരുടെ മേൽ ഇരിക്കുന്നു ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഒന്ന്, അവരെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും. രണ്ട്, അത് സ്തോത്രമല്ലേലൂയ, അവരെ ക്ഷാമത്തിൽ ജീവനോടെ രക്ഷിക്കുവാനുമായി ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുന്നു. എൻ്റെ അർത്ഥം എന്തുവാ? സമയത്തിന് മുൻപേ നിന്നെ തകർത്ത് കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ, വഴിയിൽ വെച്ച് നിന്നെ ഒടുക്കി കളയുവാൻ ശത്രു പദ്ധതി മെനയുമ്പോൾ ആ മരണത്തിന്റെ കെണിയിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ, രക്ഷിപ്പാൻ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകുന്ന ഒരു ദൂത് കൂടെ ഞാൻ ഈ വാക്കുകളിലൂടെ പ്രകടമാക്കുകയാണ്. സ്തോത്രം. ജീവിതത്തിന്റെ മുൻപിൽ മരണത്തെ നോക്കി പാർത്തിന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ചിന്താഗതിയോടെ ഇരിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ സ്തോത്രം, മരണം അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയത്തിന്റെ മുമ്പിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ യഹോവയുടെ ദൃഷ്ടി വെളിപ്പെടാൻ പോകുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവൻ നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന യഹോവയുടെ ദൃഷ്ടി നിന്റെ മേൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അടുത്ത് പറയുന്നു, ക്ഷാമത്തിൽ നമ്മെ ജീവനോടെ രക്ഷിപ്പാൻ യഹോവയുടെ ദൃഷ്ടി വെളിപ്പെടുന്നു. സ്തോത്രം. എലിയാവ് സ്തോത്രം ക്ഷാമത്തിന്റെ ദൂത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ലെന്ന് ദൂത് പറയുമ്പോൾ എലിയാവിന് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കരുതൽ എലിയാവിന് വേണ്ടി വെളിപ്പെട്ടു. കരീത്ത് തോട്ടിലെ അരികെ തോട്ടിലെ വെള്ളവും കുടിച്ച് കാക്കയിൽ നിന്ന് ലഭ്യമായ അപ്പവും ഭക്ഷിച്ചുകൊണ്ട് ദൈവം എലിയാവിന് വേണ്ടി ക്ഷാമകാലത്ത് കരുതുവാൻ തക്കവണ്ണം ഇടവന്നു. അതിനുശേഷം സാരപാത്തിലെ വിധവയുടെ വീട്ടിൽ അയച്ച് ദൈവം ആ ക്ഷാമത്തിൽ ദൈവം എലിയാവിനെ പരിപാലിച്ചു. അതാ പറയുന്നത്, മരണത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാനും ക്ഷാമകാലത്ത് നമ്മെ ജീവനോടെ രക്ഷിപ്പാനും യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടയിൽ മറച്ചാട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.